യുദ്ധം ഏതായാലും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടി ശക്തമായ രീതിയിൽ ഇരു രാഷ്ട്രങ്ങളും കളത്തിലിറങ്ങാനുള്ള തീരുമാനമാണെന്നാണ് ഇതുവരെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്രയും ദിവസം കണ്ട യുദ്ധത്തിനപ്പുറത്തേക്ക് ലോക പോലീസ് എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്ക കളത്തിലിറങ്ങി ഇനി അവർ നേതൃത്വം നൽകാനുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. എന്താണ് അതിൽ കൂടുതൽ അപ്ഡേഷൻസ് വന്നിട്ടുള്ളത്? ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇസ്രയേൽ ഉഴുതുമറിച്ചിട്ട ഭൂമിയിൽ അമേരിക്ക വിത്തിറക്കാൻ പോകുന്നു. ആ അവസ്ഥയിലൊട്ടത്തെ കാര്യങ്ങൾ. ഇതിപ്പോൾ അമേരിക്ക ഇറാന് മേലെ ആക്രമണം നടത്തും എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ബ്ലൂംബെർഗും BBC-യും മറ്റ് വാർത്താമാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ സമിതി യോഗം ചേർന്നിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആ യോഗത്തിന് വേണ്ടിയല്ലേ അതെ, G7 ഉച്ചകോടിയൊക്കെ വെട്ടിച്ചുരുക്കി ട്രംപ് അങ്ങോട്ടേക്ക് പോകാൻ ഈ യോഗത്തിൽ പങ്കെടുക്കാനാണ് പോയത്. അപ്പോൾ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഇറാന് നേരെ അമേരിക്ക ആക്രമിക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇംഗ്ലീഷിൽ തന്നെ പറയാം. ഐ മേ ഡു ഇറ്റ് നോബഡി നോസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. ഞാനൊന്നെങ്കിൽ ചെയ്യും, ചെയ്യാതിരിക്കും. ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ തലസ്ഥാനത്ത് അല്ലെങ്കിൽ പെൻറ്റഗൺ, ഈ പ്രതിരോധ ആസ്ഥാനം അവിടെയാണല്ലോ, അവിടെ ഈ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് നടക്കുന്ന ഉന്നതതല യോഗങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ആഴ്ച, ഇതിപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഈ വീക്കെൻഡിൽ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഈ അമേരിക്ക ഒരു ആക്രമണം നടത്തുന്നെങ്കിൽ ഒന്നെങ്കിൽ ഈ UK നിയന്ത്രണത്തിലുള്ള സൈപ്രസിലെ ഒരു സൈനിക താവളമുണ്ട്. അതോ അല്ലെങ്കിൽ ഡീഗോ ഗാർസിയ, ഈ സൈനിക താവളമാണ് ഉപയോഗിക്കാൻ സാധ്യത. പക്ഷേ അവിടെ ഇതിനുള്ള അണിയറ നീക്കങ്ങളായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പക്ഷേ മറ്റൊരു വാർത്തയും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. ഒരു 30 അമേരിക്കൻ വിമാനങ്ങൾ ഈ പറയുന്ന ഗൾഫ് സെക്ടറിലേക്ക് യൂറോപ്പിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതായത് 30 വിമാനങ്ങൾ യൂറോപ്പിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അമേരിക്ക വിമാനങ്ങളായിരിക്കുമല്ലോ, അല്ല പറയാം. യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ എളുപ്പമാണ്, അമേരിക്കയിൽ നിന്ന് എത്താൻ. ഈ 30 വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളല്ല, അതാണ് രസം. അല്ല, അത് ടാങ്കർ വിമാനങ്ങളാണ്. അതായത് യുദ്ധവിമാനങ്ങൾക്ക് വഴിയിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാനായിട്ടുള്ള ടാങ്കർ വിമാനങ്ങൾ. അപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾ എവിടെയെന്ന് സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാവുമല്ലോ. ഈ യുദ്ധവിമാനങ്ങൾ നമ്മുടെ നിമിക്സ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയർ കപ്പലുണ്ട്. നമ്മുടെ INS വിക്രാന്തിനേക്കാൾ ബെടാ സാധനം. ഈ സാധനം ഇപ്പോൾ ചൈനയ്ക്ക് ഭീഷണി കൊടുക്കാനായിട്ട് തെക്കൻ ചൈന കടലിൽ നങ്കൂരമിട്ട് കിടക്കുകയായിരുന്നു. അതിപ്പോൾ അവിടുന്ന് പിൻവലിച്ച് മിഡിൽ ഈസ്റ്റിലോട്ട് അവർ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന വിമാനവാഹിനി കപ്പലിൽ ഒരുക്കി വെച്ചേക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റാണ് F-16 എന്ന് പറയുന്നത് അമേരിക്കയുടെ ടോപ്പ് മോസ്റ്റ് വിമാനങ്ങളിലൊന്നാണ്. അതിനേക്കാൾ, അതായത് മറ്റേ വിയറ്റ്നാം കോളനിയിൽ ഇരുമ്പ് സ്രാങ്ക് എന്നൊക്കെ വിളിക്കില്ലേ, അമ്മാതിരി F-16 ഉണ്ട്, F-22 ഉണ്ട്, F-35 ഉണ്ട്. F-35 ആണ് ഇപ്പോൾ ലോകത്തുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ്. 5ാം തലമുറ. അതുക്കപ്പുറമാണ് ഈ സാധനം. അപ്പോൾ ഇത്രയും വിമാനങ്ങൾ അമേരിക്ക സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതും കൊണ്ടും തീർന്നില്ല. എന്തുകൊണ്ട് ട്രംപ് ഇപ്പോൾ ഈ യുദ്ധത്തിന് ഒരുങ്ങുന്നു? നേരത്തെ അയാൾ ഇതിനു വേണ്ടി സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും പൊടുന്നനെ ഈ ട്രംപ് ഇതിന് തീരുമാനമെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ബെഞ്ചമിൻ നെതന്യാഹു ഓരോ ദിവസവും ട്രംപിനെ ഫോണിൽ വിളിക്കും, കാര്യങ്ങളൊക്കെ അറിയും, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഏറ്റവും ഒടുവിൽ നടന്ന ഫോൺ സംഭാഷണത്തിൽ നെതന്യാഹു ട്രംപിനെ അവിടുത്തെ യഥാർത്ഥ സ്ഥിതിവിവരം ബോധിപ്പിച്ചു. അതിൽ നിന്നാണ് ട്രംപ് നേരിട്ട് പടയ്ക്കിറങ്ങാം എന്നുള്ളൊരു തീരുമാനമെടുത്തത്. പ്രത്യേകിച്ചും ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിൽ, ഇറാൻ്റെ ആണവ കേന്ദ്രത്തിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ഭൂമിക്കടിയിൽ സുരക്ഷിതമായി വെച്ചേക്കുകയാണ്. അപ്പോൾ അത് തകർക്കാൻ പറ്റിയ ബോംബുകളും ബോംബർ വിമാനങ്ങളും ഒക്കെ അമേരിക്കയുടെ പക്കലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് ഈ പറയുന്ന പരിപാടിക്ക് അമേരിക്ക ഇറങ്ങുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇനി കഴിഞ്ഞ ദിവസം അവിടെ പ്രധാനപ്പെട്ട 2 സംഗതികളുണ്ടായി. ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഈ അയത്തുള്ള അലി ഖമിനെയി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇസ്രയേൽ അവിടെ ആക്രമണം തുടങ്ങിയത്. അതിനുശേഷം ആദ്യമായിട്ട് ഇപ്പോൾ അയത്തുള്ള അലി ഖമിനെയി ഒരു TV വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു.
ആദ്യം നെതന്യാഹു എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. അതായത് അയാൾ പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് ഭീഷണികൾക്കുമെതിരെ, അതായത് മിസൈൽ, ഓരോ അടിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. പിന്നെ പറയുന്നു തെഹ്റാൻ്റെ ആകാശം മുഴുവൻ ഇപ്പോൾ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാണ്. അത് അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ തെഹ്റാനിൽ ചുമ്മാ വട്ടവിട്ട് പറക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഒരുക്കാനായിട്ട് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് സാധിക്കുന്നില്ല. ഒന്നുകിൽ അതിന് ഓൾറെഡി അത് പ്രത്യാക്രമണം നടത്താൻ പര്യാപ്തമാകാത്ത രീതിയിൽ അത് തകർക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശേഷിയില്ലാത്ത അവസ്ഥയിലുണ്ട്. അവിടുത്തെ ന്യൂക്ലിയർ സൈറ്റുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അടക്കമുള്ളവ, പിന്നെ സൈനിക താവളങ്ങളും കമാൻഡിങ് സെൻറ്ററുകളടക്കം തകർക്കപ്പെട്ടു. നെതന്യാഹു പറയുന്നതാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് നമ്മുടെ ട്രംപിന് നന്ദി അറിയിക്കുകയാണ്. അയാൾ പറയുന്നത് ഇസ്രയേലിൻ്റെ ഗ്രേറ്റ് ഫ്രണ്ടാണ് ട്രംപ്, ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് നന്ദി. പിന്നെ പറയുന്നത് പിന്നെ ഖമനേയിയുടെ പ്രസംഗം. ഖമനേയി പറഞ്ഞത്, അയാൾ ഒറ്റ വാക്കിൽ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അയാൾ ട്രംപിനെ കയറി കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ട്രംപ് ഇറാന് ഒരു ഭീഷണി സന്ദേശം കൊടുത്തു. അതായത് ഈ പറയുന്ന പരിപാടി അവസാനിപ്പിച്ചോണം, നിങ്ങൾ അവിടെ ആൾക്കാരെ വെറുതെ കുരുതി കൊടുക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്ന വലിയ മണ്ടത്തരമാണ്, ഇറാൻ ഈ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടണം, നിങ്ങൾക്ക് ആണവ ആയുധങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലാണ് നേരത്തെ പ്രതികരിച്ചത്. എന്നാൽ ട്രംപിന് ഖമനേയി കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇതൊക്കെ കേട്ട് പേടിക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് പേടിപ്പിച്ചാൽ മതി, ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല. ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് വലിയ നാശം ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ ശക്തമായ തിരിച്ചടി കൊടുക്കും എന്നാണ് ഖമനേയി പറഞ്ഞത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഖമനേയി എവിടെയാണെന്ന് ആർക്കും അറിയില്ല കേട്ടോ. ഇപ്പോഴാണ് പുള്ളിയുടെ ഇത് ഒരു പ്രതികരണം വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. ഇനി ഇപ്പോൾ അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പോകുന്നു എന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഓൾറെഡി അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേരുന്നുണ്ട്. അതായത് ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്ക ഇടപെടുന്നുണ്ട്. അതായത് അമേരിക്കയുടെ ഒമാനിലും പേർഷ്യൻ ഗൾഫിലുമൊക്കെയുള്ള ഇതിനോടകം തന്നെ യുദ്ധക്കപ്പലുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഇറാൻ്റെ മിസൈലുകളൊക്കെ വരുമ്പോൾ ഈ കപ്പലാണ് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് മിസൈൽ അയച്ച് അതിനെ ഇല്ലാണ്ടാക്കുന്നു. ഇതിനും കൂടി ഇപ്പം നെതന്യാഹു നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആകാശം സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന അമേരിക്കയ്ക്ക് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൾറെഡി അമേരിക്ക യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു, സാങ്കേതികമായി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അത് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതിനോടകം തന്നെ വലിയ ആൾനാശം ഉണ്ടായിക്കഴിഞ്ഞു. ഇറാനിൽ ഇതുവരെ സ്ഥിരീകരിച്ച ഔദ്യോഗിക കണക്ക് പ്രകാരം ഏതാണ്ട് 220 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇസ്രയേലിൽ ഒരു 30 പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്നു. എല്ലാ രാജ്യങ്ങളും തന്നെ അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. ഇസ്രയേൽ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് അറാക്ക്, ഖോൻബാദ് തുടങ്ങിയ സ്ഥലം, നേരത്തെ തെഹ്റാനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെയുള്ള ആളുകൾ ഒഴിഞ്ഞു പൊക്കോണം, അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു. ഏതായാലും ഇന്നലെയും ഇറാൻ അവരുടെ ആവുന്ന രീതിയിൽ ഇസ്രയേലിനെ ആക്രമിച്ചു. പലതരത്തിലും അവിടെ പല മേഖലകളിലും അവർക്ക് ഈ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനമുണ്ട്. സൈറണുകൾ മുഴങ്ങി, വ്യോമാക്രമണം വരുമ്പോൾ സൈറണുകൾ മുഴങ്ങി, പതിവ് പോലെ മുഴങ്ങി. പക്ഷേ ആ വന്ന മിസൈലുകളെല്ലാം ഫലപ്രദമായി വെടിവെച്ചിട്ടു എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. എന്നാൽ ഇറാനെ സംബന്ധിച്ച് ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായി മാറിയിട്ടുണ്ട്. കാര്യം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളെ നേരിടുന്നു. ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ തെഹ്റാനിൽ ചുമ്മാ തലങ്ങും വിലങ്ങും പായുന്നു. അവർക്ക് എന്തും ചെയ്തിട്ട് പോകുന്ന ഒരവസ്ഥയിലാണ്. ഏതായാലും അമേരിക്കയും കൂടി എത്തുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി വഷളാകാനാണ് സാധ്യത. ചിലപ്പോൾ ഇത് അമേരിക്കയും കൂടി ഇടപെടുമ്പോൾ 2 ദിവസം കൊണ്ട് തീരുമാനമാകാൻ സാധ്യത. യുദ്ധം അധികം നാൾ നീണ്ടുപോകില്ല എന്ന് കരുതാം തൽക്കാലം.